ഇതിനായി പരാതിയിൽ പറയുന്ന 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യം, കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ കൊടുത്ത്, ഞാൻ ഈ വാക്കുകളൊന്നും അതേപടിയല്ല കേട്ടോ ആവർത്തിക്കുന്നത്, അതിന്റെ പരിമിതി പ്രേക്ഷകർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങേക്കത് മനസ്സിലാവുകയും ചെയ്യും. ചിത്രങ്ങൾ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് പ്രതി ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ അവരവന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന ഗുരുതര ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഓരോ സംവിധാനങ്ങളിൽ നിന്ന് ഓരോ സംവിധാനങ്ങളിലേക്ക് അതിന് കൃത്യമായ സമയമെടുത്തിയാൽ പോകുന്നത്. അപ്പോൾ വളരെ വ്യക്തിപരമായി ഈ ആളെ ആക്രമിക്കണമെന്ന ഉദ്ദേശമില്ലാതെ, ആ നിർബന്ധ ബുദ്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇങ്ങനെ ഒരാൾക്ക്? നമുക്ക് എത്ര പേർക്കറിയാം ഈ മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറയുന്ന ആളെ, ഈ പശ്ചാത്തലമൊക്കെ അറിഞ്ഞത് പിന്നീടാണല്ലോ അല്ലെ? അപ്പോൾ നമുക്ക് ആർക്കും നിലവിൽ അറിയാത്ത ഒരാൾ, അദ്ദേഹം അവകാശപ്പെട്ട അദ്ദേഹത്തിന്റെ പൊസിഷനൊക്കെ എങ്ങനെയാണ് എന്നത് നമ്മുടെ മുന്നിൽ പൊളിഞ്ഞു വീണ കാര്യങ്ങളുമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരാളെ കൃത്യമായി കണ്ടെത്തി അയാളെ തന്നെ പിന്തുടർന്ന് അയാളെ തന്നെ വേട്ടയാടാനുള്ള വകുപ്പുകൾ കണ്ടെത്തി ഈ പരാതികൾ ഉന്നയിച്ച് അയാൾ പോലും അറിയാത്ത എന്നാൽ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലണമെങ്കിൽ അത്ര നിസ്സാരമായി അതിനെ കാണുന്ന ഒരാളായിരിക്കില്ലല്ലോ. അല്ലല്ലോ, ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾക്കെതിരെ സമഗ്രമായൊരു അന്വേഷണം വേണം. ഇയാളോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടൊന്നുമല്ല, അത് എനിക്കോ രാഹുലിനോ ഒന്നും ആർക്കും ഞങ്ങൾക്ക് വ്യക്തിപരമായ വിരോധം. പക്ഷേ ഇയാളെ പോലെയുള്ള അബ്സ്ട്രാക്റ്റുകൾ ഈ സമൂഹത്തിന് വിപത്താണ്. ആരാണ് ഇതിൻ്റെ പുറകിൽ? ആ പുറകിലുള്ള ആ കരങ്ങളെ പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാര്യം മധു സൂചിപ്പിച്ചതുപോലെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പെരുമാറാവോ, എത്രയും മോശമായ രീതിയിൽ അവരെ ടാർണിഷ് ചെയ്യാവോ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അയാൾ പലതരം വകുപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇയാൾ ശ്വേതാ മേനോനെതിരായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞുപോയി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് പോലും അയാൾ വരാത്തത്. ഭയത്തിലാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ നിങ്ങളോടും മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറയുന്നു, ഇയാൾക്കെതിരെ കേസെടുക്കേണ്ട ഒരു വിഷയം ഇപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്തില്ല. ആ 2 കുട്ടികൾ, ആ പെൺകുട്ടികൾ അയാളുടെ സാന്നിധ്യത്തിൽ കണ്ടു എന്നാണ് അയാൾ ഇന്നലെ പറഞ്ഞത്. ശ്രദ്ധയിൽപ്പെട്ടതും സാന്നിധ്യവും ഒക്കെ അയാൾ ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെ, എവിടെ വെച്ചാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്, ടൈം ഓഫ് ഒക്കറൻസ്, ഡേറ്റ് ഓഫ് ഒക്കറൻസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ആക്റ്റിൽ, പീഡോഫിലി ആക്റ്റാണ്, അയാൾക്കെതിരെ പോപ്സോ കേസ് എടുക്കണം. അയാൾക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണം. ഈ അന്വേഷണം വരാത്ത ശ്രീ എം എ നിഷാദ്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഈ പരാതി കിട്ടിയ സംവിധാനങ്ങളാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടത് എന്ന് അറിയണമെങ്കിൽ, അയാളോട് ചോദിക്കണമെങ്കിൽ, അതിനനുസരിച്ചുള്ള നിയമ നടപടി എടുക്കണമെങ്കിൽ ഇത് കിട്ടുന്ന പോലീസുകാർ കൂടെ തോന്നണ്ടേ? കോടതി അത് വായിച്ചില്ല എന്ന് പറയുന്നു, അത് വായിക്കണമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, പക്ഷെ വായിച്ചില്ല. പക്ഷെ പോലീസുകാരൻ വായിച്ചിരിക്കുമല്ലോ. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹേസ്റ്റി ഡിസിഷൻ. എന്താണത്? ഒരു പരാതി കിട്ടിയ ഉടനെ ഇമ്മോറൽ ട്രാഫിക് ഉൾപ്പെടെയുള്ള ഇത് ചുമത്തി അങ്ങോട്ട് പോവുമല്ലേ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. അയാൾക്കൊരു നീതിബോധം വേണ്ടേ? ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയത്തില്ലേ, ഇത്രയും മോശമായിട്ടുള്ള ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഒട്ടും വസ്തുതാപരമായി ശരിയല്ലാത്ത, എന്നാൽ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ജൽപ്പനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ ഫ്രസ്ട്രേറ്റഡ് മനസ്സിൻ്റെ പ്രതിഫലനമാണ് ആ പരാതിയിലുണ്ടായിരുന്നത്. ആ പരാതി വായിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കഴമ്പില്ലാന്ന് ഏതൊരു മനുഷ്യർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെട്ടെന്ന് തന്നെ വിതിൻ നോ ടൈം അങ്ങ് എടുക്കുക, കേസങ്ങ് എടുക്കുക, കേസെടുത്തിട്ട് അങ്ങോട്ട് പുറത്തു വിടുക. ഇത് ശരിയല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ ഒരു ഗൂഢ നീക്കമുണ്ട്. ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട പുറത്തു കൊണ്ടുവരാൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. യാതൊരു സംശയം വേണ്ട, മാർട്ടിൻ ഒറ്റയ്ക്കല്ല. മാർട്ടിൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകിയത് ആരാണ്? മാർട്ടിന് പുറകിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ്? അതാരുമായിക്കോട്ടെ, മുഖം നോക്കാതെ നടപടിയെടുക്കണം. അത് തീർച്ചയായിട്ടും പരാതിയുമായിട്ട് ശ്വേതാ മേനോൻ തന്നെ മുന്നോട്ട് പോകണം. കാര്യം അവരാണ് അനുഭവിച്ചിരിക്കുന്നത്. അവർ ആ പരാതിയുമായി മുന്നോട്ട് പോയ ഇതിൻ്റെ നിജസ്ഥിതി, മാർട്ടിൻ്റെ പുറകിൽ ആരാണ്, എന്തിനാണ് തന്നെ സമൂഹ മാധ്യമത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത്? അവർക്കൊരു കുടുംബമില്ലേ? അവർക്കൊരു മകളില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലാകാലങ്ങളിൽ ആ സ്ത്രീ എത്രമാത്രം ട്രോമയിലൂടെയാണ് കടന്നു പോകേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഒരു വനിത. നമ്മുടെ പ്രസിഡൻ്റ് ഒരു വനിതയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ
തമിഴ്നാട് ഭരിച്ചിരുന്നതും ഒരു വനിതയാണ്. അമ്മ എന്ന താരസംഘടനയിൽ 450 മുതൽ 500 പേരുള്ള ഒരു അംഗങ്ങളുള്ള ഒരു താരസംഘടനയിൽ ആദ്യമായി ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്? ഇത് സത്യം പറഞ്ഞ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇനി അതിൻ്റെ പുറകിലുള്ള ശക്തികൾ ആരാണ്? അത് നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഇതാണ് ഈ അവറിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഇന്ന് രാവിലെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നടൻ രവീന്ദ്രൻ അടക്കമുള്ളവർ അതിൽ ചില പ്രതികരണങ്ങൾ നടത്തി. വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി.